ഇത് നമ്മൾ വളരെ എളുപ്പത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കാലത്താണെങ്കിലും വൈകുന്നേരം ചായക്കൊപ്പാണെങ്കിലും രാത്രിയാണെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണെന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ കഴിക്കാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കല്ലോ. ഇതിനായിട്ട് ഞാനിവിടെ 1 കിലോനോളം മധുരക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. മധുരക്കിഴങ്ങിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. പതിവായി മധുരക്കിഴങ്ങ് കഴിക്കുന്നത് നമ്മുടെ ചെറുപ്പം നിലനിർത്താൻ സഹായിക്കുന്നതൊക്കെയാണ് കേട്ടോ പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കണം. ആദ്യം തന്നെ ഇതുപോലെ തൊലി കളയുകയും ചെയ്യണം. ഇത് തൊലി കളയാതെ തന്നെ കഴിക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്കിതിൽ പൊടിയോ അല്ലെങ്കിൽ ചളിയോ ഒക്കെ ഉണ്ടാവും. ഇത് നമ്മൾ മണ്ണിനടിയിൽ നിന്ന് എടുക്കുന്നതല്ലേ. അപ്പോൾ ഇതുപോലെ എടുത്തതിന് ശേഷം കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ മുറിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ തലേ ദിവസം തന്നെ ഞാനിത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മുഴുവനായിട്ടും ചളിയൊക്കെ കളഞ്ഞിട്ടാണ് ഇതിങ്ങനെ ചെയ്തെടുക്കുന്നത്. കയ്യിലൊരു ചെറിയ ഒട്ടലും പശപ്പൊക്കെ ഉണ്ടാവും കേട്ടോ ഇത് മുറിച്ചെടുക്കുമ്പോൾ. അപ്പോൾ ഇത് മുഴുവനായിട്ടും മുറിച്ച് ഇത് കുറച്ചധികം വലിയ കഷ്ണങ്ങളായിട്ട് എടുത്തതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് നമുക്ക് 3 നേരത്തിൽ ഏതെങ്കിലും ഒരു നേരം കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഇത് മധുരക്കിഴങ്ങ് ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോവും, അത്രയും ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരക്കിഴങ്ങിന് അത്ര വലിയ വേഗമൊന്നുമില്ല, നമ്മൾ കപ്പ പോലെയല്ല, അത്ര വലിയ വേഗമൊന്നും ഇതിനില്ല. അതുകൊണ്ട് തന്നെ വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കരുത്. കുക്കറിലിടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മളിത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു 10 മിനിറ്റിനുള്ളിൽ. അപ്പോൾ ഇത് ഞാൻ കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ വന്നാൽ മതി, നല്ലോണം വെന്ത് കിട്ടും. ഞാനിത് സ്റ്റവിൽ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ വിസിൽ പോയി കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് പോവും. ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും വെക്കരുത്, ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ പോയാൽ മതി. അപ്പോൾ ഒരു വിസിലൊക്കെ പോയി ഇനി സ്റ്റവ് ഓഫ് ചെയ്തിടാം. ഇനി ഇതിലേക്കായിട്ട് ഞാനിവിടെ 3 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. സ്പ്രിംഗ് ഓണിയൻ അതൊരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. 2 സവാള എടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, ഒരു തക്കാളി, ഇത്രയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിൽ നമുക്ക് ക്യാപ്സിക്കം ഇല്ലെങ്കിലും സ്പ്രിംഗ് ഓണിയൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സവാളയും തക്കാളിയും ഇഞ്ചിയും ഇതൊക്കെ തന്നെ മതിയാവും. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ വേറെ വേറെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് അതുപോലെ തന്നെ വലിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കുക്കറിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. അത്യാവശ്യം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾക്കിങ്ങനെ കഴിക്കാൻ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഒന്നിങ്ങനെ ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ അറിയാൻ പറ്റും നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഇങ്ങനെ ഇളക്കരുത്. കുറച്ച് വെള്ളം ഇങ്ങനെ ബാക്കിയുണ്ടെങ്കിൽ ഇത് നമുക്കൊന്ന് വാർത്തെടുക്കാം. ഒരു അരിപ്പ പാത്രത്തിലിട്ട് വാർത്തെടുക്കാം. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഞാനൊരു കടായി സ്റ്റവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചത്, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതിന് അങ്ങനെ വലിയ പ്രത്യേകിച്ചൊരു കണക്കിൻ്റെ ആവശ്യമൊന്നുമില്ല, കുറച്ച് അധികം എടുത്താലും കുഴപ്പമില്ല. ഇനി സവാള നമ്മൾ വലുതാക്കി അരിഞ്ഞു വെച്ചതും ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. ഇതിന് മാത്രമാണ് കുറച്ചൊന്ന് ആ ഒരു പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട്, ആ ക്യാപ്സിക്കത്തിനൊരു പച്ചമണമാണ്, അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഒരുപാട് കുക്ക് ചെയ്യുകയും ചെയ്യരുത്, ഇതിൻ്റെ കളറ് മാറരുത്. ക്യാപ്സിക്കത്തിൻ്റെ ഈ ഒരു പച്ച കളറ് മാറാത്ത രീതിയിൽ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു തക്കാളി, 1/2 സ്പൂണോളം കുരുമുളക് പൊടിയാണ് കേട്ടോ നമ്മൾ എരിവിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ 1/2 സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി, അവസാനം മാത്രം. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കാം. ലോ ഫ്ലെയിമിലാക്കി ചെയ്യരുത്. നമ്മളിത് ചൈനീസ് ഡിഷൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇളക്കിയെടുക്കണം. അപ്പോൾ ഇത് നല്ലോണം മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി സ്പ്രിംഗ് ഓണിയൻ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതില്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം, നമുക്ക് മല്ലിയില മാത്രം മതി. ഏതാണ്ട് ഒരു 2 പിടിയോളം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെയും കൂടെ നല്ലോണം ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഒരുപാട് മസാലകളൊന്നും തന്നെ ഇതിലില്ല കേട്ടോ. അത് കുട്ടികൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇത് ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന
മധുരക്കിഴങ്ങാണ്, സ്വീറ്റ് പൊട്ടറ്റോ, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഇത് വെറുങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളാണ് മിക്കവാറും. എൻ്റെ മക്കളും കഴിക്കില്ല കേട്ടോ. ഇതിങ്ങനെ പുഴുങ്ങി കൊടുത്താൽ കഴിക്കില്ല. ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇഷ്ടം പോലെ കഴിക്കും. ഇതിങ്ങനെ ഒരുപാട് ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇത് ഉടച്ചെടുക്കുമ്പോൾ അത്ര ഒരു ടേസ്റ്റ് വരുന്നില്ല. അതുകൊണ്ടാണ് ഇത് വേവിച്ചെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ പോയാൽ മതി എന്ന് പറയുന്നത്. അതും അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് മുഴുവനായിട്ട് തന്നെ വേവിച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മസാലയൊക്കെ ഇതിലൊന്ന് പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് ഇളക്കി കൊടുക്കുന്ന ഈ ഒരു സമയം ലാസ്റ്റ് സ്റ്റേജിൽ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ക്യാപ്സിക്കത്തിൻ്റെ ഒക്കെ നല്ലൊരു മണം, അതുപോലെ പെപ്പർ പൗഡറിൻ്റെ ഒക്കെ ഒരു മണം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചിയാണ്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിടാം കേട്ടോ. ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള മധുരക്കിഴങ്ങ് കൊണ്ട് സൂപ്പർ റെസിപ്പി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പീസ് ആയിട്ട് അടുത്ത്